അത് കുടുങ്ങി. അടുത്ത സെക്കൻഡ് അറ്റംപ്റ്റ്. കൊണ്ടിക്കണ്ട ഉറപ്പാ. കൊണ്ടുവന്നോ? അയ്യോ വീണിട്ടില്ലടാ. ഉറപ്പാ? ഇതിൽ കിട്ടുവാ? അത് മാങ്ങിട്ടുവാ, മാങ്ങിട്ടുവാ. അതെത്തുവാ? എറിയാൻ പറ്റുവാ? കൂടിപ്പോയി. ഇല്ല, പക്ഷെ അത് ഈന് തട്ടു, ഈ വള്ളിക്ക് തട്ടു. അങ്ങോട്ടൊന്നും അങ്ങോട്ടൊന്നും ഫോർത്ത് അറ്റംപ്റ്റ്. കഴിയുന്ന സമയം കഴിഞ്ഞു. ഇല്ല, കിട്ടാനൊന്നുമില്ല. വീണില്ലേ? ഇല്ല, കൊണ്ട് വിഷമില്ല. പിന്നെ എന്തായാലും വീണം, വേറെ വഴിയില്ല. നമ്മളെവിടെ കാണാൻ പോകുന്നത് മാങ്ങ കഴിക്കാൻ. അവിടെ അധികം ദൂരം പോകുന്ന കൂടാണ്. ആരെങ്കിലും ഉള്ളിലുണ്ടോ? ഇല്ല, ആളാരും ഇല്ല. കുഴപ്പമില്ല. ഇല്ല, അങ്ങത്തൂല്ല. നല്ല സ്ഥലം അത് തന്നെ. ഏനി ഇതൊന്നും ഇല്ല, നമുക്കൊരു വേണ്ട. അവർക്ക് നല്ല സ്ഥലം. ഇല്ല, ഇല്ല. ആ ഇല്ല, ഇല്ല. അടിയിൽ ആടൊരു കൊല ഉണ്ടെങ്കിൽ ആ കൊലക്ക് കൊള്ളണം. അയ്യോ, ഒന്നല്ല രണ്ടു മൂന്നുണ്ട്. അയ്യോ, മാക്ക് കൊണ്ട് അത് നല്ല ഇത് വേണം, കട്ടി വേണം, അല്ലെ നല്ല ഷൂട്ടർ വേണം.
കുറച്ചും കൂടി പോയി ഹൈറ്റ് ആ ആ പോയില്ലേ ഉണ്ടോ നമ്മൾ ഈ എറിഞ്ഞിടുന്ന മാവിനെ പറ്റി പറയുകയാണെങ്കിൽ 40 വർഷത്തിന് മേലെ പ്രായമുള്ളൊരു മാവാണിത്. പിന്നെ ഇതിന് നമ്മൾ പണ്ട് മുതലേ വിളിക്കാറുള്ളത് പഞ്ചാര മാവെന്നാണ്. കാരണം ഇതിൻ്റെ മാങ്ങക്ക് നല്ല പഴുപ്പൊന്നും ആവശ്യമില്ല. ചെറിയൊരു ഇളം പഴുപ്പിൽ തന്നെ ഇതിനൊരു മധുരം ഉണ്ടാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങയാണ്. അപ്പോൾ ഇത് ഒരു എന്താ പറയുക, നമ്മുടെ കുറേ തലമുറകളായിട്ട് ഈ മാവിനെ കാണുന്നുണ്ട്. പക്ഷേ ഇത് എത്ര കാലം നിൽക്കും എന്നുള്ളത് ഒരു ഉറപ്പൊന്നുമില്ല ഇനി അങ്ങോട്ട്. കാരണം എന്ന് വെച്ചാൽ പിന്നെ അവിടെ ഈ മാവ് മുറിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. പിന്നെ നമ്മളിത് എറിയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ KSEBിൻ്റെ ലൈന് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഈ തോട്ടി കെട്ടിയിട്ട് പറിക്കാനുള്ളൊരു സൗകര്യം അവിടെ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ എറിഞ്ഞിടുന്നത്. പിന്നെ അതുമാത്രമല്ല നല്ല ഹൈറ്റിലാണ്. അതുകൊണ്ട് കുറച്ചേ മാങ്ങ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഞാനായിക്കഴിഞ്ഞാൽ മുന്നിൽക്കഴിഞ്ഞാൽ ശരി, നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഹോബി ഉണ്ടാവും. പിന്നെ അതിൽ ഫുള്ള് മാങ്ങാനും കിട്ടിയിട്ടില്ല, ബാക്കി കൂടി ഇപ്പോൾ എറിഞ്ഞിടണം. പിന്നെ ഇത് അല്ലെങ്കിൽ എന്തെങ്കിലും മീൻപിടുത്തം അങ്ങനെയൊക്കെ ആയിട്ടാണ് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ സമയം നമ്മൾ ചിലവാക്കുക. ഒരുപാട് സമയം നമ്മൾ ട്രൈ ചെയ്തു. കുറേ കല്ലൊക്കെ പറക്കി കൊണ്ടുവന്ന് പിന്നെ എറിഞ്ഞു. പിന്നെ നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് കൈയൊക്കെ വേദനയായിട്ടുണ്ട്. എന്നാലും നമ്മൾ പരമാവധി ശ്രമിച്ച് മാങ്ങ പറിച്ചു. പിന്നെ അവിടെയൊക്കെ കാട് പിടിച്ചത് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ പാമ്പുണ്ടാവും എന്നുള്ളതൊക്കെ ഡൗട്ടുള്ളതുകൊണ്ട് കുറേ ഒന്നും ഇങ്ങനെ മെനക്കെടാൻ നിന്നിട്ടില്ല. മാങ്ങ ഇങ്ങനെ കാഴ്ച നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പിന്നെ കല്ലെടുത്ത് എറിയുക എന്നുള്ളത് കുട്ടികളെ സംബന്ധിച്ചിട്ട് അതൊരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ്. പിന്നെ നമ്മളൊക്കെ ഒരുപാട് മാവിലിങ്ങനെ കല്ലൊക്കെ എടുത്ത് എറിഞ്ഞ് മാങ്ങ തിന്നിട്ടുണ്ട്. പിന്നെ ചെറുപ്പത്തിലായി കഴിഞ്ഞാൽ അത് എന്താണ് അതിൻ്റെ ടേസ്റ്റ് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി നമ്മളിങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും. പിന്നെ ചെറുപ്പത്തിൽ നമ്മൾ സ്കൂളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞാലുള്ള മെയിൻ ഒരു കലാപരിപാടി തന്നെയാണ് മാങ്ങ എറിയുക, അതുപോലെ നീന്തൽ, അതുപോലെ പിന്നെ ചൂണ്ടയിടാൻ പോക്ക്. ഇതൊക്കെ ആയിട്ടായിരുന്നു നമ്മുടെ കുട്ടിക്കാലം മുഴുവൻ ഉണ്ടായിരുന്നത്. ഇന്ന് എന്താ പറയുക, അതൊക്കെ ചുരുങ്ങി നമ്മൾ ഒരു മൊബൈലിലോ ടാബിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. എന്നാലും ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. പിന്നെ സൈക്കിളൊക്കെ എടുത്തിട്ട് പിന്നെ കറങ്ങുക, നാട് മൊത്തം ചുറ്റുക, ഇതൊക്കെയായിരുന്നു നമ്മുടെ മെയിൻ ഹോബീസ്. നമ്മൾ തലേൻ്റെ മേലെ ആടെ വാങ്ങുള്ളതാ, ആടെയുള്ള ഒന്നുമില്ല. ഇല്ല, മാങ്ങളൊന്നുണ്ടാവും. എറിയുന്ന സ്ഥലം നമ്മൾ അത് തന്നെയാണ്. അതല്ലേ അതിൻ്റെ ഉള്ളിൽ കിട്ടുവാ, എത്തുവാ? ഇല്ല. ചെറിയ അടിപൊളി സ്ഥലമായിട്ടത്. അത് കിട്ടുകയും ചെയ്യും. എന്തിച്ചാ ചെറുതായി കുറച്ച് പൊന്തണം. എരിയുമോ? കുറച്ചും കുടിക്കാം ഇപ്പുറം തന്നെ. ഒരു ഇടിക്കുന്ന സ്ഥലത്തേക്കും അല്ലേ? ആയിവാ, പക്ഷെ കൊണ്ടിട്ടില്ല. ഇതിനെ കൊണ്ടൊന്നും പറഞ്ഞോട്ടെ, അത് നിർത്തുവാ, ഉള്ളു പോവാ. ഇല്ല, കുറച്ച് മുമ്പോട്ട് കയറി കിട്ടുമോ? ഇവിടുന്ന് അറിയാൻ പറ്റുമോ? ഡേഞ്ചർ. നേരെ ഇങ്ങോട്ട് വരും. പക്ഷേ തലശ്ശേരി കൊണ്ടിട്ട് ഇങ്ങോട്ട് പോകുന്ന തലക്കമുണ്ട്. അതാ വിഷയം. ഇതെന്നെ കറക്റ്റോ? ഇതൊക്കെ ഒന്നല്ലോ അല്ലേ? രക്ഷയില്ല മോനെ. മുന്നിൽക്കാ, ഇവിടെയാ പക്ഷേ ഒരു നുറുങ്ങിപ്പോയി കല്ല്.
ഗ്യാപ്പിനേക്കാളും നല്ലത് നമ്മൾ ഇത്ര അതാ പണിയിലേക്ക് കുറച്ച് ഹൈറ്റ് അല്ലേ? ഈ മാങ്ങല്ല ഞാൻ തന്നെ ഐസ ഇങ്ങ് വാ ഐസ ഇങ്ങ് വാ പെട്ടെന്ന് ഐസ എനിക്ക് 4 മാങ്ങ എനിക്ക് 2 മാങ്ങ കൊണ്ടിട്ട് കേക്ക് പറ്റും.